ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്കായിട്ടും പിന്നെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനാണെങ്കിലും വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുക. അരി അരക്കാനും കുതിർത്താനും ഒന്നും വെക്കണ്ട കേട്ടോ. 15 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയാണ് കേട്ടോ. പച്ചരിപ്പൊടി ഇല്ലേ, അതന്നെ. അത് 1.5 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിക്കുന്നത് 1.5 കപ്പിൻ്റെ അളവിനാണ്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ ഇതൊക്കെ കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്ക് 1/2 കപ്പ് റവ കേട്ടോ. നിങ്ങളുടെ അടുത്ത് കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ ചായ ഗ്ലാസ് ഇല്ലേ, അതിൻ്റെ അളവിന് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആ സെയിം 1/2 കപ്പ് തന്നെ തൈരും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തിട്ട് ഇപ്പോൾ ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ഇപ്പോൾ ഇത് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. എന്തായാലും ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് ചേർത്തെടുത്താൽ മതി കേട്ടോ. കാരണം വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസമായിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ എത്ര ചേർത്തെന്നുള്ളത് പറയാം. അപ്പോൾ ആദ്യം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ടോട്ടൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. 3 ട്രിപ്പായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വെള്ളം എത്ര വേണം എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം ഞാനിത് 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വെള്ളം പോരാന്ന് തോന്നിയിട്ട് ഒരു 1/2 കപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാവ് തലേ ദിവസം അരക്കേണ്ടതും കുതിർത്തേണ്ടതും ഒരു ആവശ്യമില്ല കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. റവ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളം വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വെള്ളം വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് 1/2 കപ്പും കൂടിയും വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ടോട്ടൽ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കട്ടകളൊന്നും ഇല്ലാണ്ട് എത്രത്തോളം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമോ, മാവ് നല്ല മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റായി വരണം കേട്ടോ. അപ്പോൾ അതുവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. മാവ് ഇതുപോലെ നല്ലോണം സോഫ്റ്റായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. 10 മിനിറ്റ് വെച്ചാൽ മതി. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നോളൂ കേട്ടോ. മാവ് ഇതാ ഇവിടെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സോഫ്റ്റായിട്ട് വരണം. 10 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനിയിപ്പം മാവിൽ വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പം കറക്റ്റാണ്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സവാള, മീഡിയം സൈസ് ഒരു സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നല്ലോണം ചോപ്പ് ചെയ്തിട്ടെടുത്തിട്ടുള്ള ക്യാരറ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര മതി. പിന്നെ വെജീസ് നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരുപാട് വെജീസ് ആയാലും വലിയ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇനിയിപ്പോൾ ഇത് ഈ മാവിൽ നല്ലോണം മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ. ഇതെല്ലാം നല്ല ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. വലിയ പീസായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല കഴിക്കുമ്പോൾ. അപ്പോൾ നല്ല ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ ചോപ്പറിലിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ. ഇതും കൂടിയും ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ ഇടയിൽ പച്ചമുളക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ല, പച്ചമുളകിൻ്റെ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പം ഇതൊന്ന് ചുട്ടെടുക്കണം കേട്ടോ. അതിനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ ആക്കി കൊടുക്കുന്നത് ഓയിലാണ് കേട്ടോ. ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എന്തിലും ആണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിലാവുമ്പോൾ ഒന്നുകൂടെ അതിൻ്റെ ആ ഒരു ഫ്ലേവർ, വെളിച്ചെണ്ണേൻ്റെ ഒരു ഫ്ലേവർ വരും. ഇനി ഇതിൽ ഓരോന്നിലായിട്ട് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ
കല്ല് നല്ലോണം ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ അത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറം നല്ലോണം കരിഞ്ഞിട്ട് ഉള്ളു വേവാത്ത പോലെ ഉണ്ടാവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3-4 മിനിറ്റ് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇതിനില്ലേ കറികളൊന്നും വേണ്ട കേട്ടോ. കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനിപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചട്നീൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. ചട്നി ഉണ്ടാക്കുകയാണെങ്കിൽ അത് കൂട്ടി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇഡ്ഡലിപ്പൊടി ഇല്ലേ, ഇഡ്ഡലിപ്പൊടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ആക്കിയിട്ട് അത് കൂട്ടി കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. 2 സൈഡും ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് ചട്ടിയിൽ നിന്ന് എടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കഴിക്കാൻ ഒരു ചട്നിയും കൂടി ഉണ്ടാക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന ചട്നി തന്നെയാണ്. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 2 പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം അരച്ചെടുക്കുക. ഇനിയിപ്പോൾ പണിയൊന്നുമില്ല. കടുകും കറിവേപ്പിലയും കൂടി ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള ചട്നിയാണ്, പക്ഷെ ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചട്നി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുട്ടിയപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, നല്ല ചൂട്ടോടൊക്കെ വേണം കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ചൂടാറി കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ചൂട്ടോടൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇതിൻ്റെ മാവ് ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ചുട്ടാലും ഇതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അൻറ്റിൽ ദെൻ താങ്ക് യു, ബൈ.